വിസ്മരിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ചോരയൊക്കെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇരുപതാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ടിൽ ഒഴുകിയിട്ടുണ്ട്. അത് ആളുകളുടെ മനസ്സിൽ ആ മെമ്മറികൾ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ നമുക്ക് എല്ലാ കാലത്തും ഇങ്ങനെ ചോര ഒലിപ്പിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് ഫൈനലി അന്ന് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, കോടതി ഫൈനൽ എന്താണ് പറയുന്നതെന്ന് നോക്കട്ടെ. അപ്പം കോടതി വിധി വന്നു. ആ വിധി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, ആ വിധി ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ഇപ്പോൾ അത് ദഹിക്കുന്നില്ല എന്നുള്ളത് വേറൊരു പ്രശ്നം. അതൊരു പക്ഷേ അവരുടെ രാഷ്ട്രീയത്തിൻ്റേതായിരിക്കാം, അന്ധമായ വിശ്വാസത്തിൻ്റേതായിരിക്കാം, നിൽക്കുന്ന കാലഘട്ടം അത് തിരിച്ചറിയപ്പെടാത്തതിൻ്റെതായിരിക്കാം. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും ഇന്ത്യയിലെ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് ജാതി മതത്തിൽപ്പെട്ട ആളുകളാണ് ഇപ്പം ഇന്ന് തന്നെ നമ്മുടെ തങ്ങളല്ല ജഫ്രി തങ്ങളും പറഞ്ഞത് തന്നെയല്ലേ. ജഫ്രി തങ്ങൾ പറഞ്ഞാൽ ആരും പോകണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അവരുടെ പത്രത്തിൽ അങ്ങനെ ആയിരുന്നില്ല മുഖപ്രസംഗം വന്നിരുന്നത്. അപ്പോൾ ആ യാഥാർത്ഥ്യം ഇപ്പം ഇത് പറയുന്നതാണ്. ഞങ്ങളൊക്കെ പണ്ടേ തിരിച്ചറിയുന്ന ആളുകളാണ്. ഞാനൊന്നും തിരിച്ചറിയുന്നത് വലിയ കാര്യമില്ല. കാരണം നമ്മളൊക്കെ വ്യക്തികളാണ്, ഇവരൊക്കെ വലിയ പ്രസ്ഥാനങ്ങളാണ്. പക്ഷേ ഇവർ പലപ്പോഴും ഞങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ എല്ലാ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. മുമ്പൊക്കെ 50-20 വർഷമായിരുന്നു, ഇപ്പോൾ ചുരുങ്ങിയ സമയത്തേക്ക് ചുരുങ്ങി വരുന്നുള്ളത്. അപ്പോൾ അത്രയും തിരിച്ചറിയുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. നമുക്കതാണ് വേണ്ടത്. പിന്നെ ഇന്ത്യയുടെ ഒരു ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, സെക്കുലറിസം ലോകത്ത് ആദ്യമായിട്ട് നിങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്ത സ്ഥലമാണ് ഇന്ത്യ. ഇന്നും ഇന്നലെയൊന്നുമല്ല. ഇവിടെ ക്രിസ്ത്യാനിറ്റിയൊക്കെ ലോകത്ത് ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നു. കാരണം ഈ പറയുന്ന വൈദിക ബ്രാഹ്മണസിനിടെ തന്നെ വിവിധ ഗോത്രങ്ങളായിരുന്നു, വിവിധ ആശയധാരകളുണ്ടായിരുന്നു. ഇവിടെ തന്നെ 6 സ്കൂൾ ഓഫ് ഇന്ത്യ ഫിലോസഫി ഉണ്ട്. ലോകത്തെല്ലായിടത്തും ഈ വ്യത്യസ്തമായ അഭിപ്രായക്കാരെ അനിഹിലേറ്റ് ചെയ്ത പരസ്പരം അടിച്ചപ്പം എല്ലാം ഉൾക്കൊണ്ട് പോയൊരു സംസ്കൃതിയാണ് നമ്മുടേത്. അല്ല യൂറോപ്യൻസ് ഒരു ദിവസം കൊണ്ടുവന്ന് വെച്ചോന്നല്ല. ഇപ്പോൾ ഗാന്ധിയുടെ സെക്കുലറിസം അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയോണ്ട് വന്നതല്ല. അല്ലെങ്കിൽ നാരായണ ഗുരുവിൻ്റെ സെക്കുലർ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയോണ്ട് അദ്ദേഹം ബേസിക് വൈദിക സംസ്കാരമായിരുന്നു അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. ഇവിടെ അപ്പം എത്ര ആളെ അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ച വൈദിക സംസ്കാരമാണ്, നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ. ഈവൻ അംബേദ്കറിൻ്റെ ഉള്ളിൽ പോലും ഈ വൈദിക സംസ്കാരവുമായി പിൽക്കാലത്ത് ബന്ധപ്പെട്ട് വന്ന ചില കാര്യങ്ങൾ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന് നല്ല ഹിന്ദുക്കൾക്ക് ഒരു പണി കൊടുക്കുന്ന പിന്നെ ക്രിസ്തു മതത്തിലേക്ക് ഇസ്ലാം മതത്തിലേക്ക് പോയാൽ മതി എന്ന് ആലോചിക്കാമായിരുന്നില്ലേ? അദ്ദേഹം ആലോചിച്ചില്ലല്ലോ. അദ്ദേഹം പോയത് ഹിന്ദു മതത്തിൻ്റെ മറ്റൊരു ഭാഗഭേദമായിട്ടുള്ള അതിൻ്റെ ഒരു റിഫോം മൂവ്മെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ബുദ്ധമതത്തിലേക്കാണ് പോയത്. അപ്പം ഇതൊരു നല്ല ഒരു എന്താ പറയുക, ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മൾ ഇന്നിപ്പം കണ്ടത്. കാരണം നമുക്ക് വ്യത്യസ്ത അഭിപ്രായം കണ്ടാൽ ഫൈനലി ഒരു ജനാധിപത്യത്തിൽ റൂൾ ഓഫ് ലോ ആണ് പ്രധാനം. റൂൾ ഓഫ് ലോ ഉള്ളത് കൊണ്ടാണ് ഇവിടെ എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും ഇങ്ങനെ ഒരുമിച്ച് നമുക്ക് ജീവിച്ച് ഒരു പരസ്പര വിശ്വാസം, നമ്മളിവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, പരസ്പര വിശ്വാസത്തോടു കൂടി ജീവിച്ചു പോകാൻ പറ്റുന്നത്. അപ്പോൾ ആ റൂൾ ഓഫ് ലോ ഉറപ്പ് വരുത്തുന്ന ഭാഗം കൂടിയാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ ഈ അൺവെയിലിംഗ് സെറമണി. അതിൻ്റെ ഒരു ടെക്നിക്കൽ ടൈം ഗുരുമൂർത്തിക്കായും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ ചടങ്ങ് നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാകുക മാനസികമായിട്ട്. ഇപ്പോൾ നമുക്ക് ഫിസിക്കലി അവിടെ പോകണമെന്നോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്ന് പറഞ്ഞ് നിങ്ങൾ ഫിസിക്കലി ഏതെങ്കിലും ടെമ്പിളിൽ പോകണില്ലേ പ്രശ്നം, അദ്ദേഹം അതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഫിസിക്കലി പോകണമെന്നില്ല. അതിൻ്റെ ഭാഗമാകുക, അതായത് ഇനിയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് പരസ്പരം സ്കോർ സെറ്റിൽ ചെയ്യാനോ ഞങ്ങളാണ് ചാമ്പ്യന്മാരെന്ന് കാണിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് കാണിക്കാനുള്ള ഒരു വേദിയൊന്നുമല്ല ഇത്. മാത്രമല്ല എല്ലാവരുടെയും വിശാലമായ കാഴ്ചപ്പാട് നല്ലതാണ്. അതല്ല മഹാത്മാഗാന്ധി അതല്ലേ പറഞ്ഞത്. ഞാൻ രാമഭക്തനാണ്, എൻ്റെ രാമൻ എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ മുഹമ്മദ് നബിയാണ്, മറ്റവരുടെ ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറഞ്ഞ അദ്ദേഹം തന്നെയാണ്. അതൊരു നമ്മുടെ ഈ അദ്വൈത സിദ്ധാന്തം ഉണ്ട്. ഏഹം സദ്വിപ്രവൃതാവന്തി അല്ലെങ്കിൽ ഈ പറയുന്ന അഹം ബ്രഹ്മാസ്മി തത്വമസി ഗുരുവായൂരും മറ്റൊക്കെ എഴുതി വെച്ചിട്ടില്ലേ, ഗുരുവായൂരും ശബരിമലയിലൊക്കെ. ഈ കാര്യങ്ങൾ മറ്റൊരു രൂപത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അത് ആ രൂപത്തിൽ പോലും മനസ്സിലായി. ഇതൊക്കെ വെച്ചുകൊണ്ട് ഗാന്ധിയെ ഹിന്ദുത്വവാദി എന്ന് വിളിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ അവരോട് പറയാനുള്ളത്, രഞ്ജിത്ത് ഒരു സിനിമയെ പറഞ്ഞ പോലെ, രഞ്ജിത്ത് പറയുന്നുണ്ട് അതോ ലോകമൊന്നും ഇപ്പോൾ അതാണ് ലോകം. അതുപോലെ നിങ്ങൾ ഈ സഹ്യവാപദം വിട്ട് കഴിഞ്ഞാൽ ഈ വിന്ധ്യൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ സാധനമേ ഉള്ളൂ. അവിടെ ഹിന്ദുത്വം എന്നുള്ള വേടൊന്നുമില്ല. അവിടെ ജനങ്ങളുടെ ജീവിതത്തിന് അവിടെ കോൺഗ്രസ്സുകാരെല്ലാം ഈ ഒരു ചിന്താഗതി പുലർത്താറ്. ഇപ്പം ബംഗാളിൽ ദുർഗാപൂജയുണ്ട്. ഈ ദുർഗാപൂജ CPM മന്ത്രിമാരൊക്കെ പോകാറില്ലേ? ബംഗാളിലുള്ള പിന്നെ ഇടതുപക്ഷം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കരുതുന്ന പോലുള്ള ഇടതുപക്ഷമല്ല. അവർ ദുർഗാപൂജ ഏറ്റവും കൂടുതൽ ഇപ്പോൾ JNUവിൽ ദുർഗാപൂജ നടത്തിയ SFIൻ്റെ നേതാക്കന്മാരാണ്. ഇത് ബംഗാളിൽ നിന്നുള്ള നേതാക്കന്മാരാണ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഇത്തരം പെറ്റി വോട്ട് ബാങ്ക് നമ്മുടെ നാട്ടിലുള്ള CPM നേതാക്കന്മാർ മാറി വരില്ലേ. ഇപ്പോൾ വാസവന് ദൈവം ഉണ്ട് സംഭവിച്ചല്ലോ, ദൈവത്തിൻ്റെ പരദാനമാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ദൈവം ഉണ്ട് എന്ന് അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു CPMകാർ പോലും. എൻ്റെ നമ്പ്യാർ, നിങ്ങൾ നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ മാറി വരെ പറയില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞാൽ ശരിയാവുകയില്ല. കാരണം നമ്മുടെ നാട്ടിലൊക്കെ അയ്യപ്പം വിളക്കുന്ന പരിപാടിയുണ്ട്. എനിക്ക് ഗുരുമൂർത്തിയും കോഴിക്കോട്ട് തന്നെ തോന്നുന്നു.
ഈ അയ്യപ്പമ്പളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ബാലുശ്ശേരിയൊക്കെ പിന്നെ ആഘോഷിച്ചിരുന്ന DYFIക്കാരൊക്കെയാണ്. അവിടെയൊന്നും ഒരു പ്രശ്നം അവിടെ ഇല്ല. അതെ, കാരണം ഇവരുടെയൊക്കെ നമ്മുടെ നാട്ടിലേക്കുള്ള, എസ്പെഷ്യലി എനിക്ക് മലബാറിൽ എനിക്ക് നന്നായിട്ട് അറിയുന്ന സ്ഥലമാണല്ലോ, അവിടെയൊക്കെയുള്ള നമ്മുടെ ഒരു മതപരമായ കാഴ്ചപ്പാടാണ്, ഗുരു മുന്നോട്ട് വെച്ച വിമോചന ദൈവശാസ്ത്രം എന്നുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ പിന്തുടരുന്നത്. പിന്നെ എനിക്ക് സൗത്തിലോട്ട് വരുമ്പോൾ അത് ഈ ജാതീയമായ പ്രശ്നങ്ങളുണ്ട് കുറച്ച് കൂടുതൽ. ഞാനിപ്പോൾ ആലപ്പുഴയിൽ ഒരിക്കലും പ്രസംഗിച്ച സമയത്ത് ഒരു വേദി പ്രസംഗിക്കാൻ ഞാൻ പള്ളിയിൽ പോകുന്ന മുസ്ലിം വന്നാൽ പെട്ടെന്ന് ഞെട്ടലായിരുന്നു. മലബാറിൽ അത് പ്രശ്നമില്ല. ഞാൻ പള്ളിയിൽ പോകുന്ന മുസ്ലിം വന്നപ്പോൾ ആ വേദിയിരിക്കുന്ന ആൾക്കൊരു ഞെട്ടലായിരുന്നു. അപ്പോൾ അതെനിക്കൊന്നും ഇങ്ങോട്ട് സൗത്തിലോട്ടുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ അതും പതുക്കെ മാറി വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ ഒരു ഇന്ത്യ പോലെയുള്ള ഒരു എന്താ പറയുക, ഒരു പിന്നെ ഒരു തേർഡ് വേൾഡ് കൺട്രി എന്നോ എന്നൊക്കെ പറയാവുന്ന നമ്മളെ ഒരു രാജ്യത്ത് നമുക്ക് ഒരു കാരണവശാലും, തേർഡ് വേൾഡ് എന്ന് പറയുന്നത് ഇപ്പോൾ അർത്ഥമല്ല, അങ്ങനെ ഒരു സെക്കൻഡ് വേൾഡ് ഇപ്പോൾ ഇല്ലല്ലോ, എങ്കിൽ നമുക്ക് പറയാവുന്ന വേറെന്ത് പേരുണ്ടായത്, അതിനെ മറന്നുപോയി. അപ്പോൾ ഈ രാജ്യത്ത് നിങ്ങൾ ഏത് പ്രത്യയശാസ്ത്രം വിശ്വസിച്ചാലും നിങ്ങൾക്ക് മതം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ ഉൾക്കൊള്ളാതെ, എസ്പെഷ്യലി ഇന്ത്യൻ ആയിട്ടുള്ള ഒറിജിനുള്ള മതം എന്നുള്ള ഒരു കോൺസെപ്റ്റും അതിനോട് സംബന്ധിക്കുന്ന ഈ സെമിറ്റിക് മതങ്ങളായാലും അതിനെ ഉൾക്കൊള്ളാതെ പോകാൻ പറ്റില്ല എന്നുള്ളത്. അതിനെ ഉൾക്കൊള്ളാതെ പോകാൻ ശ്രമിച്ചവരെല്ലാം തന്നെ പിന്നെ അതിൻ്റെ ഭാഗമായി മാറുകയാണ്, ഇൻക്ലൂഡിങ് അംബേദ്കർ. ഒരു മതത്തിലെ ഭാഗമാകുകയാണ്, ബുദ്ധമതത്തിൻ്റെ ഭാഗമാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ജാടയും നമ്മുടെ മനസ്സിലുള്ള ചെറിയ പെറ്റി ഈഗോയും ഫേസ്ബുക്കിൽ ലൈക്ക് കിട്ടാനുള്ള പരിപാടിയൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ തുറന്ന മനസ്സോട് നോക്കി കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വസന്തം കൊണ്ടുവരുന്ന നല്ല സന്ദർഭങ്ങളാണ്. യെസ്.